കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി സലീമിന്റെ പേരിൽ മുൻപും പോക്സോ കേസ് 2022 ജൂണിൽ മേൽപ്പറമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് സലീം. ബന്ധുവായ പെൺകുട്ടിയെ വനത്തിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലാണ് ചേരുന്നത്. അരുൺ, ഇയാൾക്ക് മുൻപും ഇതേ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വിവരമാണോ ഇപ്പോൾ വരുന്നത്? കൃഷിന, ഈ പടന്നക്കാട് സംഭവവുമായി ബന്ധപ്പെട്ട് പടന്നക്കാട് പെൺകുട്ടിക്ക് നേരെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സമാന സ്വഭാവമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയിരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മുൻപ്, അതായത് ഈ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് പോക്സോ കേസുകളിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സംഭവം പോലീസ് മുൻപുള്ള കേസുകളൊക്കെ പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ PA സലീമിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ മേൽപ്പറമ്പ് സ്റ്റേഷൻ 2022 ജൂണിൽ ഒരു കേസ് ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് ഈ പ്രതി ബന്ധുവായ ഒരു പെൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റുകയും തുടർന്ന് ആദൂർ വനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പീഡിപ്പിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ, അതായത് ആദ്യം അവർക്ക് ഏത് സ്റ്റേഷൻ പരിധിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ കാസർഗോഡ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിന്നീട് ഈ പോക്സോ കേസ് മേൽപ്പറമ്പ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും PA സലീം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട്. സമാന സംഭവങ്ങളിലെ പ്രതിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കുടക് കേന്ദ്രീകരിച്ചാണ് ഈ 32 പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറയ്ക്കൽ, കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.